കൂടുതൽ ഞാൻ ഇതിന്റെ കഥ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ആശയം തോന്നി. സലീം കുമാറിന്, എന്റെ ഫ്രണ്ടാണ് സലീം കുമാറിന് ഇതിൽ അഭിനയിപ്പിക്കാം. അപ്പൊ ഞാനും ഇതിന്റെ DOP സീത് നാരും കൂടി സലീം കുമാറിന്റെ വീട്ടിലേക്ക് പോവുകയും അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞൊരു അവയർനെസ് മൂവി ഉണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് സുഖയില്ല ബഷീറെ, ഞാൻ അഭിനയിക്കില്ല, ഷോർട്ട് ഫിലിം അങ്ങനെയുള്ള കാര്യങ്ങൾ അഭിനയിക്കില്ല. ഞാൻ പറഞ്ഞു ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ കഥയൊന്ന് പറഞ്ഞോട്ടെ. കഥ പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിന്റെ കൈപിടിക്കാൻ പറഞ്ഞു. ഞാൻ കൈപിടിച്ചു, എഴുന്നേൽപ്പിച്ചു, കെട്ടിപ്പിടിച്ചു, പറഞ്ഞു ഇത് ഞാൻ അഭിനയിക്കും. അദ്ദേഹത്തിനോട് ചോദിച്ചു, പ്രതിഫലത്തെ പറ്റി ചോദിച്ചപ്പോൾ ഒന്ന് ചിരിച്ച് കെട്ടിപ്പിടിച്ചു പറഞ്ഞു. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അപ്പൊ തന്നെ ഞാൻ MBD വിനോദ് കുമാർ സാറിനെ വിളിക്കുകയും അദ്ദേഹം പോലും ഞെട്ടി അഭിനയിക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഇതിലെ മെയിൻ കഥാപാത്രം ചെയ്തിരിക്കുന്ന CR സലീം സാറിനോടും പറഞ്ഞപ്പോൾ അദ്ദേഹവും ഞെട്ടി. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ മഹാനടൻ എന്റെ ഒരു അവയർനെസ് മൂവിയിൽ അവസാനമായി അദ്ദേഹം അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിമാണ്. അദ്ദേഹം ഇതിൽ വരികയും എനിക്ക് ഒരുപാട് ഹെൽപ്പുകൾ ചെയ്തു തന്ന ആളാണ് സലീം കുമാർ. അദ്ദേഹത്തെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. അദ്ദേഹം കഴിഞ്ഞ 10-ാം തീയതിയാണ് ഈ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. ആ പ്രോഗ്രാമില് ശരിക്കും അദ്ദേഹം പറഞ്ഞിട്ടാണ് 10-ാം തീയതി വെച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ഷോർട്ട് ഫിലിം ഞാൻ പെൻഡ്രൈവിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് കാണിക്കുകയും, അദ്ദേഹത്തിന്റെ മകനുണ്ടായിരുന്നു, ആരോമനുണ്ടായിരുന്നു, ആ ഷോർട്ട് ഫിലിം കാണിക്കുകയും കണ്ട് അയാള് കണ്ണു നിറയുകയും എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് സാറ് ഒരു കാര്യം, സലീം കുമാറായിട്ട് ഒരു കാര്യം ചെയ്തു തരണം. VT സയ്യിദ് സാറിനോട് ഇതിനൊരു വീഡിയോ എനിക്കൊന്ന് ലാസ്റ്റ് മൂമെന്റിൽ ഇതിനെപ്പറ്റി 2 വാക്ക് സംസാരിക്കാനുള്ള ഒരു വീഡിയോ പറഞ്ഞു. അപ്പൊ എന്റെ മുഖത്തൊക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരോട് അങ്ങനെ പറയാറില്ല, നിനക്ക് വേണ്ടി ഇതിന് ഞാൻ പറയും എന്ന് പറഞ്ഞു. ആ വാക്ക് തന്നു. സാറിനോട് പറഞ്ഞോ ഇല്ലയോ എന്ന് ഞാൻ അറിയില്ല, പക്ഷെ അതും കൂടി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂർണ്ണത കിട്ടുമായിരുന്നു. എന്തായാലും അത് സാധിക്കുമെന്ന് എനിക്കൊരു വിശ്വാസം മനസ്സിലുണ്ട്. സാറ് കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു വീഡിയോ കിട്ടാനുള്ള ഒരു എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം എന്റെ മനസ്സിൽ കാണുന്നുണ്ട്. അപ്പം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, ഈ ഞങ്ങളുടെ സഹകരിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.